ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഡിസൈൻ കണ്ടു നോക്കാം. അപ്പോൾ ഇത് നമ്മൾ 1/2 kg അളവിലുള്ളൊരു ചോക്ലേറ്റ് കേക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമുക്ക് നോസിലൊന്നും യൂസ് ചെയ്യണം, നോസിലില്ലാത്തവർക്കൊക്കെ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിളാണ്, അതുപോലെ കാണാനും ഭംഗിയാണ്. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു ചോക്ലേറ്റ് ട്രഫിൾ കേക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ച് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ 6 ഇഞ്ചിൻ്റെ മോഡിൽ 1/2 kg ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സ്പോഞ്ച് കേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. നല്ല സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇത് നമുക്ക് 3 ലേയേഴ്സ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റി ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കാണെന്ന്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് ചോക്ലേറ്റ് ഗനാഷ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് ഗനാഷ നല്ല തിക്കായിട്ടതിന് ശേഷമായിട്ട് ചേർത്തിട്ടുള്ളത്. ചൂടോട് കൂടെ നമ്മൾ ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കരുത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് കേക്ക് ബേസ് എടുത്തിട്ട് അതിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കേക്ക് ബേസ് കുറച്ച് ചെറുതാണ്, എനിക്ക് ഇപ്പോൾ കയ്യിൽ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വലുത് 8 ഇഞ്ചിൻ്റെയൊക്കെ കേക്ക് ബേസ് എടുത്താൽ കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മളെ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ടുള്ള ക്രീം വെച്ചിട്ട് നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, കേക്ക് ലെയറാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ ക്രീമിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 4 നമ്മുടെ ഒരു ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് എത്രത്തോളം വേണം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഫസ്റ്റ് ലെയറിലൊന്ന് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ഓരോ ലെയർ വെക്കുമ്പോഴും സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. എന്നാലേ നെക്സ്റ്റ് ലെയർ വെക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുത്ത ശേഷം നമുക്ക് അതിൻ്റെ മേലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക. ഞാനിതിലേക്ക് ടോട്ടലായിട്ട് എടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷയുടെ റേഷ്യോ പറഞ്ഞുതരാം. 1/4 കപ്പ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ ക്രീം ആഡ് ചെയ്തിട്ടാണ് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് തണുത്ത ശേഷമാണ് നമ്മൾ ക്രീമിലേക്ക് ആഡ് ചെയ്തത്. പിന്നെ അത് ഒന്നുകൂടെ തണുക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചുടുവെള്ളത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്താലോ അതൊന്നും കൂടെ ഒന്ന് റെഡി ആക്കി കിട്ടും കേട്ടോ. നന്നായിട്ട് തണുത്ത് പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് അതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോട്ടലായിട്ട് ഒരുമിച്ച് ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കുക. എന്നിട്ട് തേർഡ് ലെയർ വെക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് എത്ര എടുത്തതെന്ന് വെച്ചാൽ 1/4 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടാക്കി എടുത്ത ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കണ്ടൻസ് മിൽക്ക് കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് വെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിംഗ് അല്ല ക്രം കോട്ടിങ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ക്രീമൊക്കെ എല്ലാ ഭാഗത്തേക്കും ആ ക്രംസൊക്കെ ഒന്ന് പോകുന്ന രീതിയിൽ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഞാനിപ്പോൾ സ്പാച്ചിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാൽ നൈഫ് ഉപയോഗിച്ചിട്ട് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് കംഫർട്ട് ആ രീതിയിൽ നമുക്ക് ക്രീമൊക്കെ നല്ല ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്പാച്ചിലേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് സ്പ്രെഡ് ചെയ്താൽ അതാകുമ്പോൾ ഒന്നുകൂടി ഈസി ആവും. സൈഡൊക്കെ ഒന്ന് സ്ക്രാപ്പറൊക്കെ വെച്ചിട്ടൊന്ന് ലെവലാക്കി എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്ത ശേഷം കൂടുതൽ ക്രീം ക്രം കോട്ടിങ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കൊന്ന് ക്രീം ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ആക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ താഴെ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കുക. പെട്ടെന്നൊക്കെ എടുക്കേണ്ട കേക്കാണെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കേണ്ട കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അരമണിക്കൂറിനൊക്കെ ശേഷം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ക്രീമൊക്കെ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മുകൾ ഭാഗത്തും അതുപോലെ സൈഡിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കൊന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയണ മാക്സിമം ഇത് നല്ല ക്ലീൻ ആൻഡ് നീറ്റാക്കി എടുക്കുക. കൂടുതൽ സമയം എടുത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീനായിട്ട് നമുക്ക് ഫിനിഷിങ് ചെയ്തെടുക്കാൻ പറ്റും. സൈഡൊക്കെ ഇതുപോലെ ഒരു സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മുകൾ ഭാഗവും അതുപോലെ തന്നെ നമുക്ക് ഞാൻ ഇത് എങ്ങനെ പെർഫെക്റ്റ് ഐസിങ് ചെയ്തെടുക്കാം, അത് ഷാപ്പ് പിടിച്ച് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ ചെയ്താൽ മതി. അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക. മുകൾ ഭാഗം ഇതുപോലെ നിങ്ങൾ ആക്കി കൊടുത്താൽ മതി. നമ്മൾ ഇങ്ങനെ ആക്കി കൊടുക്കുന്ന സമയത്ത് പാൽ നൈഫിൽ ക്രീം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് അടുത്ത തവണ ചെയ്ത് കൊടുത്താൽ മതി. നമുക്കത് ചെയ്ത് ശീലമാകുമ്പോൾ എല്ലാം പെർഫെക്റ്റായിട്ട് വരും. അപ്പോൾ ഈ രീതിയിൽ ചെയ്തെടുക്കുക. ഇപ്പോൾ ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തണുത്തിരുന്നു.
അപ്പോൾ തണുത്തപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒന്നങ്ങ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്. അതുപോലെ കേക്ക് നന്നായിട്ട് ഒരു മണിക്കൂറോ മാക്സിമം 2 മണിക്കൂറൊക്കെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കേക്ക് നന്നായിട്ട് തണുത്ത ശേഷം മാത്രം നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഗനാശ ഡ്രിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കേക്ക് തണുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഗനാശ താഴേക്ക് ഒലിച്ചിറങ്ങി പോകും. കേക്ക് നന്നായിട്ട് തണുക്കുമ്പോഴാണ് നമ്മൾ ഈ ചോക്ലേറ്റ് ഇതിലേക്ക് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യുമ്പോൾ അത് അവിടെ സെറ്റായി കിട്ടുള്ളൂ. ഇതുപോലെ ഇങ്ങനെ ഡ്രിപ്പായിട്ട് ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കേക്ക് നന്നായിട്ട് തണുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ചുറ്റും നമുക്കിങ്ങനെ ഡ്രിപ്പിംഗ് എഫക്റ്റ് കൊടുത്ത ശേഷം മുകൾ ഭാഗത്ത് കൂടെ ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് ഗനാശക്ക് ഇങ്ങനെ കംപ്ലീറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രിപ്പിംഗ് എഫക്റ്റ് ഒഴിവാക്കിയിട്ട് ഈ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോക്ലേറ്റിൽ കവർ ചെയ്യുന്ന രീതിയിലും ചെയ്തെടുക്കാം. പിന്നെ ഈ മുകൾ ഭാഗത്ത് കൊടുക്കുന്ന ഈ എയർ എഫക്റ്റ് ഉണ്ടല്ലോ, അതിന് ചോക്ലേറ്റ് കുറച്ച് നന്നായിട്ടൊന്ന് തണുക്കണം കേട്ടോ. ഞാൻ മുകൾ ഭാഗത്ത് ഒരു വേറെ ഡിസൈനാണല്ലോ ചെയ്യുന്നത്, നോസിലൊന്നും യൂസ് ചെയ്യാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചെയ്യുന്ന രീതിക്ക് കുറച്ചൊന്ന് ചോക്ലേറ്റ് ഗനാശ തണുത്തതിന് ശേഷം ചെയ്യണം. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. സ്റ്റീലിൻ്റെ ചെറിയൊരു സ്പൂൺ എടുത്തിട്ട് അതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നിന്ന് തുടങ്ങുക. എന്നിട്ട് ടേൺ ടേബിൾ ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പാൽ നൈഫ് ഉപയോഗിച്ചിട്ട് ഈ ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സ്റ്റിഫാക്കി എടുത്തതാണ്. അപ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, റൗണ്ടിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പൂൺ മതി. എന്നാൽ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാം. അതിന് സെൻട്രലായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാനൊരു 2-3 ചെറി കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു റെഡ് കളർ കൂടെ അതിൽ വരുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു മേലെയുള്ള ചോക്ലേറ്റ് ഗനാശയുടെ ഡിസൈനിന് ലൂസായിട്ടുള്ള ചോക്ലേറ്റ് ഗനാശ പാടില്ല. കുറച്ചൊന്ന് എന്താ പറയുക, തണുത്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാശ വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ചോക്ലേറ്റ് ട്രഫിളിൻ്റെ ഡിസൈനൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ ഇൻഷാല്ലാ പുതിയൊരു നല്ലൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്